പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ദൈവമക്കളെ, മോശ മരിച്ചു, അടക്കപ്പെട്ടു. ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തിൽ കൊണ്ടുവന്ന് ആക്കുവാനായി മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ദൈവം പകരുകയാണ്. അതിനുശേഷം അവനെ ദൈവം ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവനോട് പറയുകയാണ്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഉറപ്പും ധൈര്യമുള്ളവൻ മാത്രമായിരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് എന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകമുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ബൈബിൾ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണമെന്ന് യോശുവയെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. എങ്കില് നിന്റെ പ്രവൃത്തി സാധിക്കണമെങ്കിൽ ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമായ ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് നീ രാവും പകലും നീ ധ്യാനിക്കണമെന്ന് യോശുവയെ ദൈവം ഓർപ്പെടുത്തുകയാണ്. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. കാരണം നീ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. അതാണ് ആവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്. തന്റെ സകല വിശുദ്ധന്മാരും യഹോവയുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. യോബിൽ പറയുന്നു, ഞാൻ എൻ്റെ ഭക്തന്മാരെ വേലിയിട്ട് സൂക്ഷിക്കുന്ന ദൈവമാണ്. നാം ദൈവഭാഗത്താണെങ്കിൽ, നാം ഇസ്രായേൽ ആണെങ്കിൽ, ഞാൻ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ ദൈവം നമ്മെ വേലികെട്ടി സൂക്ഷിക്കും. അവന്റെ കരങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയയില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഉണ്ട്. നമ്മുടെ കൂടെ നമുക്ക് മുമ്പേ നടക്കുന്നത് ആരാണ്? ദൈവമാണ്. ഹല്ലേലൂയ. ലോകം നോക്കുമ്പോൾ നമുക്ക് കഴിവില്ല, ബുദ്ധിയില്ല, ജ്ഞാനമില്ല, ശക്തിയില്ല. പക്ഷേ നമ്മെ ശക്തനാക്കുന്നത് ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയ, ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ ദൈവമാണ് നമ്മെ ശക്തനാക്കുന്നത്. ദാവീദ് ബാലനായ ദാവീദ് ഗോലിയാത്തിന് നേരെ യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ ഗോലിയാത്ത് വാളും പിടിച്ച്, മല്ലനായ ഗോലിയാത്ത്, ആരോഗ്യ ദൃഢഗാത്രനായ ഗോലിയാത്തിനെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ബാലനായ ദാവീദ് കല്ലും കവണിയുമായാണ് അവൻ എതിരേൽക്കാൻ ചെല്ലുന്നത്. ഗോലിയാത്ത് ചോദിക്കുകയാണ്, നീ ഒരു നായോട് എന്ന പോലെയാണോ എന്റെ അടുത്തേക്ക് വരുന്നത്? കൊച്ചുകുട്ടി എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കി. ഹല്ലേലൂയ. പക്ഷേ ലോകം നോക്കുമ്പോൾ ദാവീദിന് കഴിവില്ല, ജ്ഞാനമില്ല, ബുദ്ധിയില്ല. പക്ഷേ ദൈവമാണ് അവന്റെ ജ്ഞാനം കൊടുക്കുന്നത്, ബുദ്ധി കൊടുക്കുന്നത്, കഴിവ് കൊടുക്കുന്നത്. അവന്റെ കൂടെ യഹോവ ഇരുന്നു. യഹോവ അവനെ അഭിഷേകം ചെയ്തു. യഹോവ അഭിഷേകം ചെയ്തപ്പോൾ അവൻ ഗോലിയാത്തിനെ വെട്ടി, അവന്റെ തല വെട്ടി അവൻ ജയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജയം നമുക്ക് സുനിശ്ചിതമാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ വേണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനങ്ങളെ പഠിക്കണം. അവന്റെ വചനങ്ങൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അവനിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. നമ്മൾ പോകുന്നിടത്തൊക്കെയും മോശ തന്റെ ജീവിതയാത്രയിൽ ജയം നേടിയത് 30 ലക്ഷത്തോളം ഇസ്രായേൽ മക്കളെ 40 വർഷക്കാലം മരുഭൂമിയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടെ നടത്തിയ ദൈവം. ഹല്ലേലൂയ. ലോകം നോക്കുമ്പോൾ അത് അസാധ്യമാണ്. ഈ 40-30 ലക്ഷത്തോളം ജനങ്ങൾക്ക് ആര് ഇറച്ചി കൊടുക്കുമെന്ന് ഇസ്രായേൽ മക്കൾ പിറുപിറുത്തപ്പോൾ ദൈവം കടലിലുള്ള ലിവ്യാഥാന്റെ തലകളെ തകർത്ത് കാടപ്പക്ഷികളാക്കി. ഹല്ലേലൂയ.
പാളയത്തിന് ചുറ്റും പറപ്പിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പിടിച്ച് കഴിച്ചുകൊള്ളുക. ആ ഇറച്ചി അവർക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുകയാണ്, ദൈവത്തിന്റെ ആജ്ഞ എന്താണ്? ബി സ്ട്രോങ്. നമ്മൾ ധൈര്യമുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ധൈര്യമുള്ളവരായി ഇരുന്ന് യോശുവോട് പറയുകയാണ്, യോശുവേ നീ ധൈര്യമുള്ളവനായിട്ടിരിക്കുക. ഞാൻ മോശയോട് ഇരുന്ന പോലെ നിന്നോടുകൂടെ ഇരിക്കും. നീ ഈ ജനത്തെ വാഗ്ദത്ത ദേശമായ കനാൻ, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നീ അവരെ കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. വീണ്ടും ദൈവം യോശുവോട് പറയുകയാണ്, യോശുവേ നീ ഭയപ്പെടരുത്, ഭയം നീ ഒഴിവാക്കുക. ഹല്ലേലൂയ. കാരണം ഞാനാണ് നിന്റെ കൂടെ ഉള്ളത്. മൂന്നാമത് അവനോട് പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുകയാണ്. ആ ഒരു ഉറപ്പ് ദൈവം കൊടുക്കുകയാണ്. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുന്നുണ്ടെങ്കിൽ നിനക്ക് വിജയം നിശ്ചയമാണ്. അതുകൊണ്ട് നീ എന്തു ചെയ്യണം? നീ ജീവിതത്തില് നീ ധൈര്യമുള്ളവനായി ഇരിക്കുക. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടായെങ്കിൽ നമുക്ക് വിജയം നിശ്ചയമാണെന്ന് ദൈവത്തിന്റെ വചനത്തില് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ആവർത്തന പുസ്തകം 31-ാം-അധ്യായം-6-ാം വാക്യത്തിൽ പറയുകയാണ്, ബലവും ധൈര്യമുള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്, നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, മോശ പറയുകയാണ്, മോശയ്ക്ക് 120 വയസ്സായി, ഞാൻ ഇപ്പോൾ 120 വയസ്സായി, ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിയില്ല, ഞാൻ ഈ യോർദാൻ കടക്കയില്ല എന്ന് യഹോവ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് മോശ കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുമ്പായി നടന്നു പോകും. ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഹല്ലേലൂയ. ഈ ജാതികളെ, അവന് മുമ്പിലുള്ള ജാതികളെ ഉണ്ടല്ലോ, അവിടെ താമസിക്കുന്ന ജാതികളെ ദൈവമാണ് നീക്കിക്കളയും എന്ന് പറയുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നീ ബലവും ധൈര്യവും, യോശുവോട് പറയുകയാണ്, യോശുവേ നീ ബലവും ധൈര്യവും പിടിച്ചുകൊള്ളുക, നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്, നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ പോരുകയാണ്. നമ്മുടെ ദൈവമായ യഹോവ നമ്മോടുകൂടെ പോരുന്നുവെങ്കിൽ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. സങ്കീർത്തന 27-ാം-അധ്യായം-1-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇവിടെ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചമാണ്. ദൈവത്തിൽ ഇരുട്ട് ഒട്ടുമില്ല, അവനിൽ മുഴുവൻ വെളിച്ചമാണ്. യഹോവ എൻ്റെ വെളിച്ചം. എൻ്റെ വെളിച്ചം ആരാണ്? യഹോവയാണ് എൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷയും അവനാണ്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ ആരെ ഭയപ്പെടും? എനിക്ക് ആരെയും ഭയപ്പെടുവാനില്ല. കാരണം യഹോവ എൻ്റെ വെളിച്ചമാണ്, അവൻ എൻ്റെ ജീവന്റെ ഉറവിടമാണ്. ഹല്ലേലൂയ. ഞാൻ ആരെ ഭയപ്പെടുമെന്ന് ദൈവം പറയുകയാണ്. ദാവീദ് പറയുകയാണ്. നമുക്ക് യെശയ്യാ പ്രവചനം 41-ാം-അധ്യായം 10-ാം വാക്യം വായിക്കാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. ദൈവമക്കളെ, ഇസ്രായേലിനോടുള്ള ബന്ധത്തില് യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇസ്രായേലിന് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മക്കളോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട. ഹല്ലേലൂയ. ദൈവം എൻ്റെ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ എബ്രഹാമിന്റെ സന്തതിയെ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നിന്നെ വിളിച്ചു വേർതിരിച്ചത് ഞാനാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം,
നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. നിന്നോട് കോപിച്ചിരിക്കുന്നവരെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, നീ ഭ്രമിക്കണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവമക്കളെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മെ വഴി നടത്തുന്നുവെങ്കിൽ, ദൈവം നമ്മുടെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? നമുക്ക് ഭയപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മോട് പറയുകയാണ്. മത്തായി 28-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവീൻ, പറവീൻ, അവിടെ അവർ എന്നെ കാണും. ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാന്, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാന് ഹല്ലേലൂയ പ്രത്യക്ഷപ്പെട്ടിട്ട് ഹല്ലേലൂയ പറയുകയാണ്, യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ യേശുവിനെ അറിയുക, യേശുവോടുകൂടി ജീവിക്കുക, അതാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് അവൻ സകലവും നിർവഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യഹോവയായ ദൈവം പറയും, ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസനെ, എൻ്റെ യാക്കോബേ, എൻ്റെ ഇബ്രാഹാമിന്റെ സന്തതി പരമ്പരകളെ, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിനക്ക് ബലം നൽകും. നമുക്ക് എല്ലാം തരുന്നത് നമ്മുടെ ദൈവമായ യഹോവയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. അല്ലെങ്കിൽ യോശുവോടുള്ള ബന്ധത്തില് യോശുവോട് ദൈവം ശക്തീകരിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കുകയും വേണ്ട, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്റെ ജാതികളെ മാറ്റിക്കളഞ്ഞ് കനാൻ ദേശം നിങ്ങൾക്ക് വാഗ്ദത്ത ദേശം നിനക്ക് തരുമെന്ന് വാഗ്ദത്തം പറഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ രാത്രിയും പകലും എപ്പോഴും ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോരാതെ യേശുവിനോട് ഹല്ലേലൂയ, കാലേബ് അവനോട് പറ്റിയിരുന്ന പോലെ യേശുവിനോട് പറ്റിയിരുന്ന ഹല്ലേലൂയ അവന്റെ വചനങ്ങളെ രാവും പകലും ധ്യാനിച്ച് നമുക്ക് ജീവിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഹല്ലേലൂയ, ഞാൻ നിന്റെ ദൈവമാണ് എന്ന് നാം പറയുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.